ഒരു ബോർഡർ കടന്നാൽ രാജ്യം മാറും. പക്ഷേ യാത്രയുടെ ആവേശം ഇരട്ടിയാകും. റൊമേനിയയിൽ നിന്നും ബൾഗേറിയയിലേക്ക് ചരിത്രവും സംസ്കാരവും ഒളിപ്പിച്ച സോഫിയ നഗരത്തിലേക്കുള്ള നമ്മുടെ 4ാം എപ്പിസോഡ് ഇവിടെ തുടങ്ങുന്നു. നമസ്കാരം എല്ലാവർക്കും. ഞാൻ നിങ്ങളുടെ കവിരാജ് അമ്പലപ്പുഴയിൽ നിന്നും. എൻ്റെ ബാൽക്കൺ യാത്രയുമായി ബന്ധപ്പെട്ട 4ാമത്തെ എപ്പിസോഡ് ബൾഗേറിയ. ഞാനിപ്പോൾ റൊമേനിയയിൽ നിന്നും ബൾഗേറിയയിലേക്ക് കരമാർഗം അതിൻ്റെ ബോർഡർ കടക്കുകയാണ്. ഇതാണ് ബോർഡർ പോയിന്റ്. എൻ്റെ വാഹനം ആ ബോർഡർ പോയിന്റ് കൂടെ കടന്നു. അതായത് ഞാൻ ബൾഗേറിയയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ 23 അംഗ സംഘം ബൾഗേറിയയിലെ ഏറ്റവും വിശുദ്ധവും പ്രശസ്തവുമായ റില മൊണാസ്ട്രിയിലേക്കാണ് യാത്ര ചെയ്യുന്നത്. മലനിരകളുടെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഈ ലോക പൈതൃക കേന്ദ്രത്തിൻ്റെ ചരിത്രവും അതിൻ്റെ മനോഹരമായ കാഴ്ചകളും ഇനി നമുക്ക് ഒരുമിച്ച് കാണാം. യൂറോപ്പിൻ്റെ തെക്ക് കിഴക്കൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മനോഹരമായ രാജ്യമാണ് ബൾഗേറിയ. ഏകദേശം 1,11,000 ചതുരശ്ര കിലോമീറ്റർ മാത്രമേ വിസ്തൃതിയുള്ളൂ ഈ രാജ്യത്തിന്. 65,000 ലക്ഷത്തോളം ആളുകളാണ് ഇവിടെ താമസിക്കുന്നത്. തലസ്ഥാനം സോഫിയയാണ്. അവിടെയാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. ഈ രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ബൾഗേറിയൻ, കറൻസി ആണെങ്കിൽ ബൾഗേറിയൻ ലൈവ് ആണ്. ബൾഗേറിയയ്ക്ക് 2000-ലേറെ വർഷങ്ങളുടെ സമ്പന്നമായ ചരിത്രമുണ്ട്. പുരാതന ത്രേസ്യൻ സംസ്കാരവും റോമൻ സാമ്രാജ്യവും ബൈസന്റൈൻ കാലഘട്ടവും ഓട്ടോമൻ ഭരണവും ഈ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. 2007 യൂറോപ്യൻ യൂണിയനിൽ അംഗമായ ബൾഗേറിയ ഇന്നും സ്വന്തം സംസ്കാരവും പാരമ്പര്യവും അഭിമാനത്തോടെ കാത്തുസൂക്ഷിക്കുന്ന രാജ്യമാണ്. പ്രകൃതി സൗന്ദര്യത്തിൻ്റെ കാര്യത്തിലും ബൾഗേറിയ അതീവ മനോഹരമാണ്. മഞ്ഞുമലകൾ, പച്ചപ്പാർന്ന താഴ്വരകൾ, വിശാലമായ വനങ്ങൾ, തടാകങ്ങൾ, കരിങ്കടൽ തീരങ്ങൾ, പ്രകൃതിദത്ത ചൂടുവെള്ള ഉറവകൾ എന്നിവ ഈ രാജ്യത്തെ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട കേന്ദ്രമാക്കുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബൾഗേറിയയിലെ ഏറ്റവും പ്രശസ്തമായ ചരിത്ര സ്മാരകങ്ങളിലൊന്നായ സാരേവൈറ്റ്സ് ഫോർട്രസ് ആണ്. വെലിക്കോ ടാർനോവോ നഗരത്തിലെ ഒരു കുന്നിൻ മുകളിലാണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. 12ാം നൂറ്റാണ്ട് മുതൽ 14ാം നൂറ്റാണ്ട് വരെ നിലനിന്നിരുന്ന 2ാം ബൾഗേറിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനവും രാജകീയ കേന്ദ്രവുമായിരുന്നു ഈ സ്ഥലം. ഉയരമുള്ള കൽമതിലുകളും ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളും രാജകൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങളും ഈ കോട്ടയുടെ മഹത്തായ ചരിത്രത്തിന് സാക്ഷ്യം വഹിക്കുന്നു. കുന്നിൻ മുകളിലുള്ള പാട്രിയാർക്കൽ കത്തീഡ്രൽ ഈ കോട്ടയുടെ പ്രധാന ആകർഷകമാണ്. 1393 ഓട്ടോമൻ സൈന്യം ഈ കോട്ട കീഴടക്കിയതോടെ ബൾഗേറിയയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു. ഇന്ന് സാരേവൈറ്റ് ഫോർട്രസ് ബൾഗേറിയയുടെ ദേശീയ അഭിമാനത്തിൻ്റെ പ്രതീകമായി നിലകൊള്ളുന്നു. എല്ലാ വർഷവും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ലക്ഷക്കണക്കിന് സഞ്ചാരികളാണ് ഈ ചരിത്രകോട്ട സന്ദർശിക്കാൻ എത്തുന്നത്. ചരിത്രത്തെയും പ്രകൃതി സൗന്ദര്യത്തെയും ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇത്. ഈ കത്തീഡ്രലിൽ എത്തിച്ചേരണമെങ്കിൽ മുകളിലേക്കുള്ള കയറ്റം ശരിക്കും കുത്തനെയുള്ളതായിരുന്നു. കുറച്ചു ദൂരം ഞാൻ കയറി. പക്ഷേ എൻ്റെ കാൽമുട്ടിനെക്കുറിച്ച് എനിക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുള്ളതിനാൽ ഭാവിയിലുള്ള യാത്രകളും മനസ്സിൽ കണ്ടുകൊണ്ട് അതിനപ്പുറം പോകണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. എന്നെപ്പോലെ തന്നെ ഞങ്ങളുടെ സംഘത്തിലെ വേറെ ചിലരും ആ തീരുമാനം എടുത്തു. എല്ലാ സ്ഥലങ്ങളും ഏതു വിധേനയും കീഴടക്കണമെന്നില്ല. സ്വന്തം ആരോഗ്യത്തിന് പ്രാധാന്യം നൽകുന്നതും യാത്രയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങൾ പകുതി വഴിയെ എത്തിയ ശേഷം അവിടെയുള്ള മനോഹരമായ കാഴ്ചകൾ ആസ്വദിച്ച് തിരികെ മടങ്ങി. ചിലപ്പോൾ ഒരു യാത്രയുടെ ഏറ്റവും വലിയ വിജയം സ്വന്തം ശരീരത്തെ മനസ്സിലാക്കി ശരിയായ തീരുമാനമെടുക്കുന്നതിലായിരിക്കും. അതിനുശേഷം വൈകുന്നേരം ഞങ്ങൾ സോഫിയയിലെ അസ്റ്റോറിയ ഗ്രാൻഡ് ഹോട്ടലിൽ വന്ന് താമസിച്ചു. നല്ലൊരു രാത്രി ഉറക്കത്തിന് ശേഷം പിറ്റേ ദിവസം രാവിലെ തന്നെ ബൾഗേറിയയിലെ ഏറ്റവും പ്രശസ്തമായ ആത്മീയ കേന്ദ്രങ്ങളിലൊന്നായ റില മൊണാസ്ട്രിയിലേക്ക് യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. ഹോട്ടലിൽ നിന്നും രാവിലെ തന്നെ അവിടുന്ന് ചെക്കൗട്ടായി. കാരണം ഇന്ന് വൈകുന്നേരം ഞങ്ങൾ മറ്റൊരു ഹോട്ടലിൽ വന്ന് താമസിക്കേണ്ടതായിട്ടുണ്ട്. ഞങ്ങളുടെ ബാഗേജ് എല്ലാം ബസ്സിനകത്ത് കൊണ്ടുവന്ന് ലോഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. സോഫിയയിൽ നിന്നും ഏകദേശം 120 കിലോമീറ്റർ അകലെയുള്ള റിലെ മലനിരകളുടെ മടിത്തട്ടിലാണ് ഈ ചരിത്ര പ്രസിദ്ധമായ മഠം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 2 മണിക്കൂറിലധികം നീളുന്ന ഈ യാത്രയിൽ നഗരക്കാഴ്ചകൾ പതുക്കെ മലനിരകളിലേക്കും പച്ചപ്പാർന്ന വനങ്ങളിലേക്കും വഴിമാറുന്നു. പ്രകൃതിയുടെ മനോഹാരിത ആസ്വദിച്ചു കൊണ്ടുള്ള ഈ യാത്ര തന്നെ ഒരു പ്രത്യേക അനുഭവമായിരുന്നു. 10ാം നൂറ്റാണ്ടിൽ വിശുദ്ധ ജോൺ ഓഫ് റില സ്ഥാപിച്ച ഈ മഠം ബൾഗേറിയയുടെ ആത്മീയ പൈതൃകത്തിൻ്റെ അഭിമാനമാണ്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിരിക്കുന്ന ഈ വിശുദ്ധ സ്ഥലം ഓരോ വർഷവും ലക്ഷക്കണക്കിന് സന്ദർശകരെ ആകർഷിക്കുന്നു. ചരിത്രവും വിശ്വാസവും പ്രകൃതിയും ഒത്തുചേരുന്ന ഈ അതുല്യ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് ഒന്ന് കടന്നു ചെല്ലാം.
AD 927 വിശുദ്ധ ജോൺ ഓഫ് റിലെ സ്ഥാപിച്ച ഈ മഠം ബൾഗേറിയൻ ജനതയുടെ ആത്മീയ ജീവിതത്തിൽ അതുല്യമായ സ്ഥാനമാണ് നേടിയിരിക്കുന്നത്. പലതവണ തീപിടുത്തങ്ങളും യുദ്ധങ്ങളും നേരിട്ടിട്ടുണ്ടെങ്കിലും ഓരോ തവണയും പഴയ പ്രൗഢിയോടെ ഇത് പുനർനിർമ്മിക്കപ്പെട്ടു. ഇന്ന് നമ്മൾ കാണുന്ന ഈ മനോഹരമായ കെട്ടിട സമുച്ചയം, അതിൻ്റെ വർണ്ണാഭമായ ചുവർ ചിത്രങ്ങൾ, കറുപ്പും വെളുപ്പും ചേർന്ന അതുല്യമായ ശില്പശൈലി, ഭീമാകരമായ താഴികക്കുടങ്ങൾ എന്നിവ കൊണ്ട് ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ആകർഷിക്കുന്നു. അതുകൊണ്ട് തന്നെ 1983 യുനെസ്കോ ഈ മഠത്തെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ബൾഗേറിയയുടെ ഏറ്റവും വിശുദ്ധവും ചരിത്ര പ്രാധാന്യമുള്ളതുമായ റില മൊണാസ്ട്രിയുടെ അങ്കണത്തിലാണ്. ഒരു നിമിഷം ചുറ്റും നോക്കൂ. റിലെ മലനിരകളുടെ ശാന്തതയും നൂറ്റാണ്ടുകളുടെ ചരിത്രവും പേറുന്ന ഈ കെട്ടിടങ്ങളും മനസ്സിന് ഒരു പ്രത്യേക അനുഭൂതി തന്നെ സമ്മാനിക്കുന്നില്ലേ? ഓട്ടോമൻ ഭരണകാലത്ത് പോലും ബൾഗേറിയൻ ഭാഷയും സംസ്കാരവും ക്രൈസ്തവ വിശ്വാസവും സംരക്ഷിക്കുന്നതിൽ ഈ മഠം വലിയ പങ്കുവഹിച്ചു. അതുകൊണ്ട് തന്നെ ഇത് ഒരു ആരാധനയുടെ മാത്രമല്ല, ഒരു ദേശീയ സ്മാരകവും കൂടിയാണ്. ഇവിടെയുള്ള പ്രധാന ദേവാലയത്തിൻ്റെ കറുപ്പും വെളുപ്പും കലർന്ന മനോഹരമായ ശില്പശൈലിയും വർണ്ണാഭമായ ഫ്രസ്കോ ചുവർ ചിത്രങ്ങളും മരത്തിൽ കൊത്തിയെടുത്ത ഐക്കോണിക് ചാസിസും ലോകപ്രശസ്തമാണ്. ബൈബിളിലെ നിരവധി സംഭവങ്ങൾ ഈ ചുവർ ചിത്രങ്ങളിലൂടെ അതിമനോഹരമായി ചിത്രീകരിച്ചിട്ടുണ്ട്. കലയും ആത്മീയതയും ഇവിടെ ഒന്നിച്ചു ചേരുന്ന ഒരു കാഴ്ച ഏതൊരു സന്ദർശകനെയും വിസ്മയിപ്പിക്കും. റില മലനിരകളുടെ ഹൃദയഭാഗത്ത് പ്രകൃതിയുടെയും വിശ്വാസത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും സംഗമമായി നിലകൊള്ളുന്ന റിലെ മൊണാസ്ട്രി ബൾഗേറിയ സന്ദർശിക്കുന്ന ഓരോ യാത്രികനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട അതുല്യമായ ഒരു പൈതൃക സ്മാരകമാണ്. ലോകമെമ്പാടും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ചില സ്ഥലങ്ങൾ മനസ്സിൽ പതിഞ്ഞു പോകും. റിലെ മൊണാസ്ട്രി എനിക്ക് അത്തരമൊരു അനുഭവമാണ്. ചരിത്രവും വിശ്വാസവും പ്രകൃതിയും ഒരേ ഫ്രെയിമിൽ കാണാൻ കഴിയുന്ന ഈ മനോഹരമായ ഇടം ബൾഗേറിയയുടെ യഥാർത്ഥ ആത്മാവിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നു. ഈ മൊണാസ്ട്രിയുടെ മറ്റൊരു പ്രത്യേകത, നൂറ്റാണ്ടുകളായി ഇവിടെ സന്യാസിമാർ പാലിച്ചു വരുന്ന ലളിതവും അച്ചടക്കപൂർണവുമായ ജീവിതമാണ്. പ്രാർത്ഥനയും പഠനവും ആത്മീയ ചിന്തകളും കേന്ദ്രീകരിച്ച ജീവിത രീതിയാണ് ഇന്നും ഇവിടെ തുടരുന്നത്. അതുകൊണ്ട് തന്നെ ഈ മഠത്തിന് ഒരു ആരാധനാലയം എന്നതിലുപരി ആത്മീയ വിദ്യാഭ്യാസത്തിൻ്റെ കേന്ദ്രമെന്ന പേരുകൂടി ലഭിച്ചിട്ടുണ്ട്. ചുറ്റുമുള്ള റിലെ നാഷണൽ പാർക്കിൻ്റെയും പച്ചപ്പും മലനിരകളിൽ നിന്ന് വീശിയെത്തുന്ന തണുത്ത കാറ്റും ഈ സ്ഥലത്തിന് ഒരു പ്രത്യേക ശാന്തത നൽകുന്നുണ്ട്. അതിവേഗ ജീവിതത്തിൽ നിന്നും മാറി മനസ്സിന് ആശ്വാസം തേടിയെത്തുന്നവർക്ക് ഈ അന്തരീക്ഷം മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിക്കുന്നത്. ഓരോ കല്ലും ഓരോ തൂണും ഓരോ ചുവർ ചിത്രവും നൂറ്റാണ്ടുകളുടെ കഥകൾ പറയുന്നുവെന്ന തോന്നൽ ഇവിടെ നിൽക്കുമ്പോൾ നമുക്കുണ്ടാകും. വിശ്വാസം മാത്രമല്ല, കലയും വാസ്തുവിദ്യയും ചരിത്രവും ഒരുമിച്ച് സംരക്ഷിച്ച ഒരു മഹത്തായ പൈതൃക മഠമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. ബൾഗേറിയയുടെ ആത്മാവിനെ അടുത്തറിയണമെങ്കിൽ റിലെ മൊണാസ്ട്രി തീർച്ചയായും സന്ദർശിക്കണം എന്ന് പലരും പറയുന്നത് വെറുതെ അല്ല. ഇവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ചരിത്രത്തിലൂടെയും സംസ്കാരത്തിലൂടെയും ഒരു യാത്ര ചെയ്യുന്നത് പോലെയാണ് എനിക്ക് പ്രത്യേകമായി അനുഭവപ്പെടുന്നത്. മൊണാസ്ട്രിയുടെ ഭംഗി ആസ്വദിച്ച് ചുറ്റി നടന്നു കഴിഞ്ഞപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല. പക്ഷേ വിശപ്പ് അതിൻ്റെ വരവ് കൃത്യമായി തന്നെ അറിയിച്ചു. ഇനി നേരെ ഉച്ചഭക്ഷണത്തിലേക്ക് പോകണം. ഇന്നത്തെ മെനുവിലും പ്രധാന പരിചയക്കാരൻ തന്നെ നമ്മുടെ പഴയ പരിചയക്കാരൻ, ഫിഷ്. യൂറോപ്പിൽ വന്നപ്പം മുതൽ മീൻ ഞങ്ങളെ വിട്ടുമാറുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. എങ്കിലും യാത്രയുടെ ഭാഗമല്ലേ, കിട്ടുന്നതൊക്കെ സന്തോഷത്തോടെ കഴിച്ചു. ഞങ്ങളുടെ സംഘത്തിൽ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിക്കുന്ന 8 പേരുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ കിട്ടിയ പച്ചക്കറികളും ബ്രെഡും സലാഡും പഴങ്ങളും ചേർത്ത് അവർ വിശപ്പടക്കി. വിദേശ യാത്രകളിൽ ഇങ്ങനെയൊക്കെയാണ്, ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു. ബസ്സിൽ വെജിറ്റേറിയൻ സുഹൃത്തുക്കളുടെ പരാതികളും ചില പരിഭവങ്ങളും കേൾക്കാമായിരുന്നു. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. ജീവിതത്തിൽ ഒരിക്കലും നോൺ വെജ് കഴിച്ചിട്ടില്ലാത്തവരാണ് അവരെല്ലാം. വിദേശ യാത്രകളിൽ സ്വന്തം ഭക്ഷണ രീതി നിലനിർത്തുക എന്നത് ചിലപ്പോൾ വലിയ വെല്ലുവിളികൾ കൂടിയാണ്. എങ്കിലും ഞങ്ങളുടെ ടൂർ മാനേജർ അദ്ദേഹത്തെ കൊണ്ട് കഴിയുന്നത്ര രീതിയിൽ എല്ലാവർക്കും അനുയോജ്യമായ ഭക്ഷണം ഒരുക്കാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. ശേഷം അടുത്ത എപ്പിസോഡിൽ തുടരും. അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.